പക്ഷെ എപ്പോഴും ഓർത്തിരിക്കുക, ഇനിയുള്ള കാലം നമ്മൾ അപ്സ്കിൽ ചെയ്യുകയും റീസ്കിൽ ചെയ്യുകയും ചെയ്യേണ്ടതിൻ്റെ സമയമാണ്. അപ്സ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് ഈ അടുത്ത കാലത്ത് വേൾഡ് എക്കണോമിക് ഫോറം നടത്തിയ ഇതൊരു വളരെ പ്രൊഫഷണലായിട്ട് നടത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് നടത്തിയിട്ടുള്ള സർവേ ആണ് കേട്ടോ. 2030 ആകുമ്പം നമ്മൾ പറയുന്നതിനേക്കാൾ വളരെ പെട്ടെന്നാണ്. 2030 ആകുമ്പം ഇവിടെയുള്ളതിൽ 39% സ്കില്ലുകൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ 39% കാണുകയില്ലെന്നാണ് പറയുന്നത്. 2030 വേൾഡ് എക്കണോമിക്സ് ഫോറത്തിന്റെ സർവേ റിപ്പോർട്ടാണ്. 2030 ആകുമ്പോൾ 39% ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളും കാണില്ല, അല്ലെങ്കിൽ ആ സ്കില്ല് ഇവിടെ ആപ്ലിക്കബിൾ അല്ലാതെ വരും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അപ്സ്കിൽ ചെയ്യാന്ന് പറയും. അപ്സ്കിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയാണെങ്കിൽ ആ മേഖലയിൽ കുറച്ചുകൂടെ പ്രാവീണ്യം, കുറച്ചുകൂടെ ബെറ്റർ ആക്കുക, കുറച്ചുകൂടെ ആ സ്കില്ല് ഷാർപ്പൺ ചെയ്യുന്ന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേ ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീൽഡ് ഔട്ട് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതിനെയാണ് അപ്സ്കില്ലിംഗ് എന്ന് പറയുന്നത്. നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ആക്ടിവിറ്റി ആണെങ്കിലും ഇനിയുള്ള കാലത്ത് പെർഫോമേഴ്സിനെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. ആവറേജ് അല്ലെ ബിലോ ആവറേജ് ആൾക്കാർ എല്ലാ ഫീൽഡിൽ നിന്നും ഔട്ടാവും. ഇതാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിഭാസം. അതായത് ആവറേജ് ആയിട്ടുള്ള പെർഫോമൻസിനൊക്കെ ഇതുവരെ സർവേ ചെയ്ത് പോകാമായിരുന്നു, ആവറേജോ ബിലോ ആവറേജ് ആൾക്കൊക്കെ നിൽക്കാമായിരുന്നു. ഇനി അങ്ങനെയല്ല, പെർഫോമേഴ്സിന്റെ കാലമാണ്. അതുകൊണ്ട് അപ്സ്കിൽ ചെയ്യുക എന്നുള്ളത് നമ്മളിന്ന് നിലവിൽ നമ്മുടെ ഇൻഡസ്ട്രി ത്രെട്ട് ഇല്ലെങ്കിൽ പോലും അപ്സ്കിൽ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ചില കേസിൽ നമ്മൾ റീസ്കിൽ ചെയ്യുക എന്ന് പറയും. റീസ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയ സ്കില്ലുകൾ ആർജിക്കുക. AI കാലമാണ് വരുന്നത്. പുതിയ പല മേഖലയിലും വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല. വരാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇന്ന് വരെ ഇന്ത്യയിൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പൊ ടാറ്റ കൺസൾട്ടൻസി, TCS പോലത്തെ ഒരു കമ്പനിയിൽ നിന്നും മറ്റും ഇത്രയും ആൾക്കാർ പറഞ്ഞു വിടുമെന്നൊന്നും ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ളതല്ല. ഇന്ന് IT മേഖലയൊക്കെ സ്ട്രഗ്ലിംഗ് ആണ് ഇപ്പൊ ഈ ഒരു കുറച്ച് പീരീഡ്. അതും ശരിക്കുള്ള AI എന്ന് പറഞ്ഞ ഭീമന്റെ പൂർണ്ണ രൂപത്തിലേക്ക് വന്നിട്ടില്ല, വരുന്നു എന്ന് വരെ ആയിട്ടുള്ളൂ. വരുന്നു, പല മേഖലയിലും ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ, ആയിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഇപ്പം നമ്മൾ ഡൽഹിയിൽ കണ്ട സമരം, CJPയുടെ സമരം, ഇതൊക്കെ ഉണ്ടാകുന്നതിന്റെ റീസൺ എന്താണ്, ശരിക്കും ഇതിന്റെ റൂട്ട് കോസ് എന്താണ്? ഈ റൂട്ട് കോസ് നമ്മൾ ഈ പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേട്, ഇതൊക്കെയാണ് നമുക്ക് നോർമൽ വാർത്തകളും പത്രമാധ്യമങ്ങളിലും ഒക്കെ നമുക്ക് കിട്ടുന്ന വാർത്ത. ശരിക്കുള്ള റീസൺ അത് മാത്രമല്ല. ഇതിന്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ തൊഴിൽ എംപ്ലോയ്മെന്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഇന്നൊരു റെയിൽവേയിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്താൽ ഒരു വേക്കൻസിക്ക് 200 ആപ്ലിക്കൻസ് ഉണ്ട്. ഒരു വേക്കൻസിക്ക് ഒരാൾക്ക് തൊഴിലുണ്ടെങ്കിൽ 200 പേര് അതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതുപോലെ എല്ലാ മേഖലയിലും ഇപ്പം നീറ്റിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഈ കുട്ടികളൊക്കെ വരുന്നത് അതിന്റെ എഴുതുന്നതിന്റെ ഒരു 100-1 ആൾക്കാർക്ക് അവിടെ അഡ്മിഷനുള്ള സ്കോപ്പുള്ള അത്രേ ഉള്ളൂ സീറ്റ്. അത് തന്നെ കിട്ടിയാൽ തന്നെ കിട്ടിക്കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെന്നൈ ഇവിടെ ജോലി ഇല്ല. അത് മാർക്കറ്റ് മൊത്തത്തിൽ മാറുന്ന, അത് മനസ്സിലാക്കാൻ ഇന്ന് ജനറേഷൻ ഗ്യാപ്പ് വലിയ ലെവലിൽ വന്നു. അതായത് നിയമം നിർമ്മിക്കുന്ന ആൾക്കാർ, അതിപ്പോൾ ഒരു ഗവൺമെന്റിന്റെ മാത്രം പ്രശ്നമല്ല, നിയമം നിർമ്മിക്കുന്ന ആൾക്കാരും മാർക്കറ്റിൽ ശരിക്കും അടുത്ത ജനറേഷൻ നേരിടുന്ന പ്രശ്നം രണ്ട് എഞ്ചിനും പോകിയായിട്ട് ബന്ധമില്ല. അതായത് നിയമം നിർമ്മിക്കുന്നവർക്ക് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇരിക്കുന്നവരായിരിക്കണം എന്നില്ല അവിടെ ഇരിക്കുന്നത്. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ഭയങ്കര അന്തരമാണ്. അതിനിടയിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളോട് വരുന്നത്. ഇത് പുതിയതല്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്.